ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ എന്ന ആശങ്കയിലാണ് UDF-ലുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയില്ലായിരുന്ന BJPക്ക് ഈ ഫലം പുത്തൻ ഊർജവും നൽകുന്നുണ്ട്. വലിയ അവകാശവാദങ്ങൾ ഒന്നും കേരളത്തിന് പുറത്തെ കാര്യമായി ഉന്നയിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ഈ പരാജയത്തെ കോൺഗ്രസിനെതിരെ തിരിച്ച് കേരളത്തിൽ പരമാവധി മുതലെടുപ്പിനുള്ള ശ്രമമാണ് ഇടതുമുന്നണി നടത്തുന്നത്. ഇതുവരെയുള്ള എല്ലാ വിഷയങ്ങൾക്കും അപ്പുറം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുമെന്ന വിലയിരുത്തലാണ് പൊതുവിൽ മുന്നണികൾക്ക് ഉള്ളത്. ഇതുകൊണ്ട് തന്നെ അതുണ്ടാക്കാവുന്ന കേടുപാടുകൾ മറികടക്കാനുള്ള ശ്രമങ്ങളും പല കോണുകളിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട്. ആരും പ്രതീക്ഷിക്കാത്ത ഫലമാണ് ബീഹാറിൽ നിന്നുണ്ടായത്. BJP നയിക്കുന്ന കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ് ഇതിന് കാരണമെന്ന് പരക്കെ പ്രചാരണമുണ്ടെങ്കിലും കാര്യങ്ങൾ ഇതിനപ്പുറം ആണെന്നാണ് വിലയിരുത്തൽ. ഈ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം നേടിയ വിജയത്തോടെ അവരുടെ രാഷ്ട്രീയ അടിത്തറ കുറെ കൂടി ശക്തമായി എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇത് തന്നെയാണ് ഇവിടെ ചർച്ചയാകുമെന്ന് കരുതുന്നതും. കഴിഞ്ഞ കുറെ കാലമായി ആഭ്യന്തര വിഷയങ്ങളും മറ്റും കൊണ്ട് ആകെ വലഞ്ഞിരുന്ന കേരളത്തിലെ BJPക്ക് ഇത് പുതു ഊർജ്ജമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്വാധീനം പ്രകടിപ്പിക്കാറുണ്ട് എങ്കിലും കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ പ്രകടനവും അത്ര മെച്ചമായിട്ടില്ല. ഇക്കുറിയും അത്തരം ആശങ്കകൾ അവർക്കുണ്ടായിരുന്നു. അത് മറികടക്കാൻ കിട്ടിയ മൃതസഞ്ജീവനിയാണ് ബീഹാർ ഫലം. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണമാകും ഇനിയുള്ള ദിവസങ്ങളിലെ തുറുപ്പുചീട്ട്. ബീഹാറിലെ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം കേരളത്തിലെ ഒരു വിഭാഗത്തിന്റെ കണ്ണു തുറപ്പിക്കുമെന്നും അവർ കരുതുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതിന്റെ അലയൊലികൾ പ്രകടമാകും. അതുകൊണ്ട് തന്നെ ആലസ്യങ്ങളെല്ലാം മാറ്റിവെച്ച് പ്രചാരണത്തിന് ഇറങ്ങുവാൻ അണികൾക്ക് പാർട്ടി നേതൃത്വം നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം ഈ തെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടിയാകുമോ എന്ന ആശങ്ക UDF-നുള്ളിൽ വ്യാപകമായിട്ടുണ്ട്. കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന കണക്കുകൂട്ടലിൽ ഓരോ തെരഞ്ഞെടുപ്പിനെയും സമീപിക്കുമ്പോൾ അവിടവിടങ്ങളിലൊക്കെ കനത്ത പരാജയമാണ് ഉണ്ടാകുന്നത് എന്നത് UDF-നെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. മാത്രവുമല്ല, ബീഹാറിലെ കോൺഗ്രസിന്റെ ദയനീയ പ്രകടനവും ദയനീയ പരാജയവുമെല്ലാം വലിയ തോതിൽ ചർച്ചയുമാണ്. ഇത് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുമെന്നുള്ളതിൽ സംശയമില്ല. ഇടതുമുന്നണിയുടെയും BJPയുടെയും ഭാഗത്തുനിന്ന് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസിനെതിരെ ശക്തമായ രാഷ്ട്രീയ പ്രചാരണം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. നിയമസഭയിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിക്ക് മേൽക്കൈ നൽകുമ്പോഴും പാർലമെന്റിലേക്ക് UDF-ന്റെ കണ്ണുമടച്ചു പിന്തുണയ്ക്കുന്ന പ്രതിഭാസമാണ് ചുരുക്കം ചില അവസരങ്ങളിലൊഴികെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. രാജ്യത്ത് ഒരു ബദൽ കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിയുമെന്ന പ്രതീക്ഷയാണ് കേരളത്തിലെ വോട്ടർമാർ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ പുലർത്തിവരുന്നത്. അതിനുള്ള തിരിച്ചടിയായി ബീഹാർ പരാജയം മാറിയെന്ന വിലയിരുത്തൽ സംസ്ഥാന കോൺഗ്രസിനുള്ളിൽ തന്നെ ശക്തമായിട്ടുണ്ട്. കോൺഗ്രസിന് രാജ്യത്ത് ഭാവിയില്ലെന്ന തരത്തിലുള്ള പ്രചാരണമായിരിക്കും ഇനി ശക്തമാകുക. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ കൂടുതൽ സജീവമാകും. അതോടൊപ്പം കോൺഗ്രസിൽ KC വേണുഗോപാലിനെ എതിർക്കുന്നവരും ശക്തമായി രംഗത്ത് വരും. വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് നേരിട്ടത്. അവിടെയുണ്ടായ ദയനീയമായ ഈ പരാജയം അദ്ദേഹത്തിൻ്റെത് കൂടിയാണെന്ന് വേണുഗോപാൽ വിരുദ്ധ ഗ്രൂപ്പുകൾ ഇപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ പ്രചാരണം ആരംഭിച്ചു. ഈ പരാജയത്തിൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ മറുപടി പറയണമെന്ന ഡോക്ടർ തരൂരിന്റെ പ്രസ്താവന വിരൽ ചൂണ്ടുന്നതും അതിലേക്കാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉയർത്തിക്കാട്ടി കോൺഗ്രസിനെതിരായ പ്രചാരണം കൊഴുപ്പിക്കാൻ ഇടതുമുന്നണി രംഗത്തിറങ്ങി. ബീഹാറിൽ കോൺഗ്രസിനേക്കാൾ മെച്ചമായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുടെ പ്രകടനമെന്നാണ് അവർ പറയുന്നത്. മഹാഗഠബന്ധന്റെ ഭാഗമായി തങ്ങൾക്ക് അനുവദിച്ച 4ൽ പരം സീറ്റുകളിൽ വിമതരെ രംഗത്തിറക്കി NDAക്ക് സീറ്റുകൾ നേടിക്കൊടുക്കാൻ കോൺഗ്രസ് സഹായിച്ചു എന്ന ആരോപണവും അവർ ഉയർത്തും. മാത്രവുമല്ല, കോൺഗ്രസിനെ വിശ്വസിച്ചുകൊണ്ട് ദേശീയതലത്തിൽ BJPക്കെതിരായ ഒരു കൂട്ടായ്മയും സാധ്യമല്ല എന്ന കേരളത്തിലെ CPM-ന്റെ നിലപാടിന് കരുത്ത് പകരുന്നതാണ് ഇന്ത്യ മുന്നണിയുടെ ഈ പരാജയങ്ങളെല്ലാം. അതോടൊപ്പം KC വേണുഗോപാലിനെതിരായ പ്രചാരണങ്ങൾ ഇടത് കേന്ദ്രങ്ങളും ശക്തമാക്കും. BJPയുടെ ഏജന്റാണ് വേണുഗോപാൽ എന്ന പ്രചാരണമായിരിക്കും വരും ദിവസങ്ങളിൽ CPM സജീവമാക്കുക. കോൺഗ്രസ് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുകൾ വീഴ്ത്താൻ ഈ പ്രചാരണം ഉപകരിക്കുമെന്നാണ് CPM വിലയിരുത്തുന്നത്. കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ രാജസ്ഥാനിലെ തന്റെ രാജ്യസഭാ സീറ്റ് BJPക്ക് ദാനം നൽകിയെന്ന ആരോപണം CPM വീണ്ടും ഉയർത്തും. വേണുഗോപാൽ സംഘടനയുടെ ചുമതല ഏറ്റ ശേഷം പാർട്ടിയിലെ പ്രമുഖരും വിവിധ വിഭാഗങ്ങളിൽ സ്വാധീനമുള്ളവരുമായ നിരവധി നേതാക്കളാണ് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയത്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ നയസമീപനങ്ങളിലുള്ള വൈകല്യങ്ങളായിരുന്നു. ഇപ്പോൾ ബീഹാറിൽ തന്നെ ഈ തകർച്ചയ്ക്ക് വഴിവെച്ചതും മഹാഗഠബന്ധനെ നാശത്തിലേക്ക് നയിച്ചതും അവിടെ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വേണുഗോപാലിന്റെ നടപടികളായിരുന്നു എന്ന പ്രചാരണവും ശക്തമായിട്ടുണ്ട്. കഴിയുന്നതും ഈ വിഷയം സജീവമായി വോട്ടെടുപ്പ് വരെ ചർച്ചയിൽ നിർത്താനാണ് ഇടതുമുന്നണിയും ശ്രമിക്കുന്നത്. അവരുടെ സോഷ്യൽ മീഡിയ ഇപ്പോൾ തന്നെ ഈ നിലയ്ക്കുള്ള പ്രചാരണങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരം പ്രചാരണങ്ങൾ BJPക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലും ഇടതുമുന്നണിയിലുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത ഉണ്ടാകണമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു.